ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകൾ ജീവിതത്തിലുടനീളം പാലിച്ച് തഖ്വയുള്ളവരായി ജീവിച്ച് അവൻ ഒരുക്കി വെച്ച സ്വർഗം നേടിയെടുക്കുവാൻ അതീവ ജാഗ്രതയോടെ വളരെ കരുതലോടെ പരിശ്രമിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളോടും വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അവൻ്റെ മുത്തക്കികളായ അടിയാറുകളുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നല്ല ധർമ്മം നിലനിന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലത്ത്, അധർമ്മം എന്ന് പറയുന്നത് വളരെ വിരളമായിട്ട് മാത്രം നടക്കുന്ന ഒരു കാലത്ത്, ഒരു സമൂഹം ദുഷിച്ചു പോകാനുണ്ടാകുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് ദീർഘവീക്ഷണത്തോടു കൂടിയിട്ട് നമ്മുടെ മുമ്പിൽ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മളുടെ കാലഘട്ടവുമായിട്ട് താരതമ്യം ചെയ്യുകയും അത് എങ്ങനെയാണ് നമ്മൾ അതിനോട് പ്രതികരിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കുകയും ചെയ്യണം. റസൂല് പ്രവചിച്ചത് ഇദത്തുഹിദൽ ഫൈഉ ദിവല, പൊതുമുതലുകളൊക്കെ സ്വകാര്യ സ്വത്തുക്കളെ പോലെ കൈകാര്യം ചെയ്യുന്ന ഒരു കാലം. വല്ലമാനത്തു മഗ്നമ, വിശ്വസിച്ചേൽപ്പിക്കുന്നതിനോട് വഞ്ചന കാണിക്കുന്ന. വസ്സക്കാത്തു മഗ്റമ, സക്കാത്ത് കടമാക്കി വെക്കുന്ന. വതുഅല്ലിമ ലിഗൈരിദ്ദീൻ, ദീനിന് വേണ്ടിയിട്ടല്ലാതെ പഠിക്കുന്ന. വതുഅല്ലിമ ലിഗൈരി വഅതാ അർറജുലു ഇംറഅതുഹു വഅഖ ഉമ്മുഹു വഅദ്നാ സദീഖുഹു വഅഖ്സാബഹു, സ്വന്തം പെണ്ണിന് വേണ്ടി മാതാവിനെ അകറ്റുകയും കൂട്ടുകാരന് വേണ്ടി പിതാവിനെ അകറ്റുകയും ചെയ്യുന്ന ബന്ധങ്ങൾ വഷളായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. വലഹറത്തിൽ അസ്വാതു ഫിൽ മസാജിദ്, പള്ളികളൊക്കെ ശബ്ദമുഖരിതമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലം. വസാദൽ ഖബീലത്തു ഫാസിഖുഹും, ആ സമൂഹത്തെ നയിക്കുന്നത് ഏറ്റവും തെമ്മാടിയായ ഒരാളായി മാറുക. വകാന സഈമൽ ഖൗമി അർദുലുഹും, ഏറ്റവും നീചനായ ഒരു മനുഷ്യൻ അവിടുത്തെ നേതാവായിട്ട് മാറി വരിക. വഉക്രിമ റജുലു മഖാഫത ശർരിഹി, അയാളുടെ ഷർറിനെ ഭയപ്പെട്ടിട്ട് അയാളെ ആദരിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. അതേപോലെ തന്നെ വലഹറത്തിൽ ഖൈനാത്തു വൽ മആസിഫ്, നർത്തകിമാരും വാദ്യോപകരണങ്ങളും വർദ്ധിക്കുകയും വശുരിബത്തിൽ ഖുമൂർ, മദ്യം വ്യാപകമാവുകയും വലഅന ആഖിറ ഹാദിഹിൽ ഉമ്മത്തി അവ്വലുഹ, അതേപോലെ തന്നെ ഈ ഉമ്മത്തിൻ്റെ പഴയ തലമുറയെ പുതിയ തലമുറ ശപിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഫല്യർതഖിബു ഇൻദ ദാലിക്, അങ്ങനത്തെ ഒരു അവസ്ഥയിലൂടെയാണ് പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് വരാനിരിക്കുന്നത് റീഹൻ ഹംറ, ചുടുകാറ്റുകളാണ്. വസൽസല, ഭൂകമ്പങ്ങളാണ്. അതേപോലെ തന്നെ ഖസഫൻ വമസഖൻ വഖദ്ഫ, അതുപോലെ തന്നെ ഖസഫ് മസഖ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭൂപിളർപ്പുകളും ഭൂമി വേറൊരു രീതിയിലേക്ക് മാറുകയും ഒക്കെ ചെയ്യുക. അതുപോലെ തന്നെ കദ്ഫ് ഉണ്ടാകും. കദ്ഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യഭിചാരോപണമാണ്. വ്യാജ ആരോപണങ്ങൾക്ക് മൊത്തത്തിൽ പറയുന്നതാണ് ഈ കദ്ഫ്. ഈ ഹദീസിൻ്റെ മൊത്തത്തിലുള്ള വിശദീകരണം നൽകുവാനുള്ള സമയം നമുക്ക് അനുവദിക്കുന്നില്ല. ഇതിലെ ഒരു ഭാഗത്തെ നമ്മളൊന്ന് ശരിക്കും മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സമൂഹത്തിൻ്റെ നേതൃത്വം എന്ന് പറയുന്നത് ഖബീല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ വിശേഷിപ്പിച്ചത്. ഖബീല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഗോത്രങ്ങളാണ് നിലനിന്നിരുന്നത്. അവിടെ മദീനയിലെത്തിയപ്പോൾ ഔസ് ഖസ്റജ് എന്ന് പറയുന്ന 2 ഗോത്രങ്ങൾ, ആ ഗോത്രങ്ങളാണ് അവിടുത്തെ എല്ലാത്തിനെയും നിയന്ത്രിച്ചു കൊണ്ടിരുന്നത്. അവിടുത്തെ രാഷ്ട്രീയം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത് അവിടുത്തെ ഗോത്രങ്ങളാണ്. അവിടെ മുസ്ലിങ്ങളായിട്ട് അന്ന് നിലനിന്നിരുന്നത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ജൂതന്മാരായ ആളുകളും ക്രിസ്ത്യാനികളുമാണ്. അവർക്കാണ് വേദഗ്രന്ഥമുള്ളത്. അവരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഘട്ടത്തിൽ ഈ പറയുന്ന ഉത്തരവാദിത്തം ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ എന്താ ചെയ്തിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചാളുകൾ അവരുടെ താല്പര്യം ഔസിൻ്റെ കൂടലാണ് എങ്കിൽ അവർ ഔസിൻ്റെ ആളുകളായിരിക്കും. മറ്റേ ചില ആളുകൾ അവർക്ക് ഖസ്റജിൻ്റെ കൂടെയാണ് താല്പര്യമുള്ളത് എങ്കിൽ ഖസ്റജിൻ്റെ കൂടെ കൂടും. എന്നിട്ട് ഈ 2 കൂട്ടരുമായിരിക്കും അവിടുത്തെ കാര്യങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുക. അവിടെ മുസ്ലിങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേറെ ഒരു വ്യക്തിത്വമോ അല്ലെങ്കിൽ ഒരു അസ്തിത്വമോ ഒന്നും ഉണ്ടാവുകയില്ല. ഇവരുടെ പിന്നാലെ പോകുന്ന ഒരു അവസ്ഥയായിരിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ന് അതായിരുന്നു അവസ്ഥ എങ്കിൽ
നമ്മുടെ കാലഘട്ടത്തിൽ ഇത് പാർട്ടികളായിരിക്കും ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ കൂട്ടത്തിൽ തന്നെ അതിന്റെ നേതാക്കന്മാർ, അതിന്റെ നേതൃത്വത്തിൽ വരുന്ന ആളുകളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിക്കുകയാണ്. വസാദൽ ഖബീലത്തു ഫാസിഖുഹും, ആ സമൂഹത്തെ നയിക്കുന്ന ആളുകൾ ഏറ്റവും തമ്മാടികളും താന്തോന്നികളുമായ ആളുകളാവുക. വകാന സഈമൽ ഖൗമി അർദുലുഹും, നീചന്മാരായ ആളുകൾ, എല്ലാവിധ വൃത്തികേടുകളും പേറിക്കൊണ്ടിരിക്കുന്ന ആളുകൾ അതിനെ നയിച്ചു കൊണ്ടിരിക്കുക. എന്നിട്ട് അയാളുടെ ഷർറിനെ ഭയപ്പെട്ടിട്ട് ആ ആളുകളെ എന്ത് ചെയ്യാണ്, ആദരിക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്ക് സമൂഹം മാറിപ്പോകുക. ഇങ്ങനെ ഒരവസ്ഥ വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിക്കുകയാണ്. ആ പ്രവചനം നമ്മളുടെ കാലഘട്ടത്തിലാണോ നടക്കുന്നത് എന്ന് നാം ഓരോരുത്തരും വിലയിരുത്തി നോക്കണം. അങ്ങനെയാണ് എങ്കിൽ അവിടെ ഉണ്ടാകാൻ പോകുന്ന ഒരുപാട് വിപത്തുകളെ കുറിച്ച് പറഞ്ഞതിന്റെ കൂട്ടത്തിൽ കദ്ഫ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. വ്യാജ ആരോപണങ്ങൾ വ്യാപിച്ചു കൊണ്ടിരിക്കും. അത് നമുക്കിടയിലുള്ള ഒരു ശിക്ഷയായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിക്കുന്നത്. ഇന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇവിടുത്തെ ആരോപണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഈ ആരോപണങ്ങൾക്ക് മറുവശം പറഞ്ഞു കൊടുക്കുവാനും അതല്ലെങ്കിൽ ആ മറുവശത്തെ പ്രചരിപ്പിക്കുവാനും കഴിയാത്ത അവസ്ഥയിൽ ഈ വ്യാജ ആരോപണങ്ങൾ ഇവിടെ സ്ഥാനം നേടിയിരിക്കുകയാണ്. സമുദായങ്ങൾക്കിടയിൽ അകലം കൂടിയിരിക്കുകയാണ്. ഈ പറയുന്ന ആളുകൾ ചിന്തിക്കുകയാണ്, ഈ സമുദായത്തിന്റെ ആളുകൾ മറ്റേ സമുദായത്തിന്റെ അവകാശങ്ങൾ തട്ടിയെടുത്തിരിക്കുന്നു എന്നൊക്കെ. അത് ആ രീതിയിലുള്ള പ്രചരണങ്ങൾ ഇവിടെ പ്രചരിപ്പിക്കുമ്പോൾ അതങ്ങനെയല്ല എന്ന് മറുവശം പറയേണ്ട ഭരണകൂടം പോലും അതിനെക്കുറിച്ച് നിസ്സംഗരായിരിക്കുന്ന, നിശബ്ദരായിരിക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ കാണുന്നത്. അങ്ങനെ ഈ വ്യാജാരോപണങ്ങളിലൂടെ പരസ്പരം തല്ലുവാനും പരസ്പരം കൊല്ലുവാനും ഒക്കെ അങ്ങനത്തെ ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമുക്കിടയിലുള്ള ഒരു ശിക്ഷയായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ പ്രവചനത്തിന്റെ കാലഘട്ടത്തിലൂടെയാണോ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കണം. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ചിന്തിക്കുകയും ചെയ്യണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് പറഞ്ഞിട്ടുള്ളത്. ആ പറഞ്ഞ പ്രവചനങ്ങൾ ഒരിക്കലും തന്നെ പുലരാതിരിക്കുകയില്ല എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. പ്രവാചകൻ ഇതിനോട് കൂട്ടിയിട്ട് വേറെയും ചില സംഗതികൾ പറഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം വഞ്ചനയുടെ വർഷങ്ങൾ അവർക്കിടയിലേക്ക് കടന്നു വരും. അങ്ങനത്തെ ഒരു കാലം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിക്കുകയാണ്. അന്നത്തെ പ്രത്യേകത എന്താണ്? യുസദ്ദിഖു ഫീഹൽ കാദിബ്, അന്ന് ആ കള്ളന്മാര് എന്തായി മാറും? ആ കള്ളന്മാരായിരിക്കും സത്യത്തിന്റെ ആളുകൾ എന്ന് ഇവിടെ പറയപ്പെടുക. സത്യം അവരുടെ കയ്യിലാണ് എന്നായിരിക്കും ഇവിടെ എന്ത് ചെയ്യുക, വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുക. അല്ലെങ്കിൽ കള്ളന്മാരൊക്കെ എന്തായി മാറും? സത്യസന്ധരായിട്ട് മാറും. മാത്രമല്ല വയുകദ്ദിബു ഫീഹൽ സാദിഖ്, സത്യസന്ധന്മാരൊക്കെ കള്ളന്മാരായിട്ട് മാറുകയും ചെയ്യും. സത്യസന്ധന്മാരെ കള്ളന്മാരാക്കുകയും കള്ളന്മാരെ സത്യസന്ധന്മാരാക്കുകയും ചെയ്യും. മാത്രമല്ല വയുഅ്തമനു ഫീഹൽ അമീൻ വയുഅ്തമനു ഫീഹൽ ഖായിൻ, വഞ്ചകന്മാര് അത് അന്ന് എന്തായി മാറും? അവര് വളരെ വിശ്വസ്തരായിട്ട് മാറും. വയുഖവ്വിനു ഫീഹൽ അമീൻ, വിശ്വസ്തരായ ആളുകളൊക്കെ വഞ്ചകന്മാരായിട്ട് മാറുകയും ചെയ്യും. എന്നിട്ടോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറഞ്ഞു വയന്തിഖു ഫീഹ റുവൈബിള, അന്ന് റുവൈബിള സംസാരിക്കും. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വമർ റുവൈബിള, എന്താണ് റസൂലേ ഈ റുവൈബിള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? റുവൈബിള എന്താണ് എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ് അത്താഫിഉർ റജുൽ, അത് ഒരു മനുഷ്യനാണ്, ഒരാളാണ്. അയാളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖലീലുൽ അഖൽ, ബുദ്ധി കുറഞ്ഞ മനുഷ്യനാണ്. ഒരു ബുദ്ധിയില്ലാത്ത ആളായിരിക്കും അവൻ. മാത്രമല്ല അയാളുടെ അമലുകൾ എന്ന് പറയുന്നത്, അയാളുടെ അമലുകൾ ലാ ഖീമത ഫീ അമലിഹി, അയാളുടെ അമലിന് ഒരു വിലയുണ്ടാവില്ല. അയാളുടെ പ്രവൃത്തികൾക്ക് ഒരു വിലയില്ലാത്ത ബുദ്ധി കുറഞ്ഞ മനുഷ്യനായിരിക്കും. അയാള് യതകല്ലമു ഫീ ആമുന്നാസ്, അംറുലാം, ജനങ്ങളുടെ പൊതുവിഷയങ്ങളിൽ അയാളായിരിക്കും അഭിപ്രായം പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു വിവരമില്ലാത്ത, ഒരു ബുദ്ധിയുമില്ലാത്ത, ഒരു വിലയുമില്ലാത്ത ആളുകൾ ജനങ്ങളുടെ പൊതുവിഷയങ്ങളിൽ അഭിപ്രായം പറയുന്ന ഒരു കാലം വരും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ ആ ഹദീസിനെ നമ്മളൊന്ന് വിലയിരുത്തി നോക്കിയേ, കാലഘട്ടവുമായിട്ട് ഒന്ന് വെച്ച് നോക്കിയേ. ഇതെല്ലാം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ആളുകളാണ് ഇവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഹദീസിനെ മുഹദ്ദിസുകൾ ഒന്നുകൂടി നമ്മളുടെ മുമ്പിലേക്ക് വ്യാഖ്യാനിച്ചു തരുന്നു. സുദ്ദിഖ ഫീ ഹാദ സമനിൽ കാദിബ്,
അന്ന് കള്ളന്മാര് സത്യസന്ധരായിരിക്കും. അത് മാത്രമല്ല വകുദ്ദിബ സാദിഖ്, സത്യസന്ധരായ ആളുകൾ കള്ളന്മാരായിരിക്കും. വഞ്ചകന്മാരായ ആളുകൾ വിശ്വസ്തരായിരിക്കും. അമീൻ, വിശ്വസ്തരായ ആളുകൾ വഞ്ചകന്മാരായിട്ടും വഞ്ചകന്മാരായിരിക്കും. ഈ ജനങ്ങളുടെ പൊതുവിഷയത്തിൽ റുവൈബിള സംസാരിച്ചു കൊണ്ടിരിക്കും. അതിങ്ങനെ ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ആ മുഹദ്ദിസുകൾ പറയാണ്, നഈശു ഫീ സമാൻ, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലം അതാണ്, നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന കാലം അതാണ്. മാത്രമല്ല കസ്റതു ഫീഹിൽ ഫിതനു വൽ ബലായ, ആ കാലഘട്ടത്തിൽ പരീക്ഷണങ്ങളും അതേപോലെ തന്നെ ഫിതനയും വല്ലാതെ വർദ്ധിച്ചു കൊണ്ടിരിക്കും. അങ്ങനത്തെ ഒരു കാലഘട്ടം വന്നു കഴിഞ്ഞാൽ അവിടെ പരീക്ഷണങ്ങൾ അതേപോലെ തന്നെ ഫിതനയും ഒക്കെ വല്ലാതെ വർദ്ധിച്ചുകൊണ്ടിരിക്കും. തജല്ലത് ഫീഹിൽ ഖുർബാത്ത്, വളരെയധികം ക്ലേശകരമായ അവസ്ഥയിലൂടെ, അതൊക്കെ ക്ലേശകരമായ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പ്രകടമാകും. ഇന്നഹു സവാനു റുവൈബിള, കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ റുവൈബിളാത്തുകളുടെ കാലഘട്ടമാണ്. അല്ലതീ മുഇയതി ദുനിയ ജൗറൻ വദുൽമ, അന്ന് അങ്ങനെയുള്ള അവസ്ഥയിലേക്ക് പോയി കഴിഞ്ഞാൽ അനീതിയും അക്രമവും ഒക്കെ ഇവിടെ വല്ലാതെ ഉണ്ടായിക്കൊണ്ടിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിപ്പിച്ച കാര്യം ഒരൊറ്റ ഹദീസ് മതി കാലഘട്ടത്തെ നമുക്ക് വിലയിരുത്തുവാൻ, മനസ്സിലാക്കുവാൻ. എന്നിട്ട് അവിടെയും നിർത്തിയില്ല. അർറജുലു താഫി, ഈ പറയുന്ന റുവൈബിള എന്ന് പറയുന്ന മനുഷ്യന്റെ പ്രത്യേകത എന്താണ്? അയാള് ഹുവർ റദീൽ, അയാൾ ഏറ്റവും നിന്ദ്യനായിരിക്കും. വൽ ഹഖീർ, നിസ്സാരനായിരിക്കും. വഹുവൽ ആജിസ്, അയാൾ കാര്യങ്ങളെ പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാകണം എന്നുള്ള നിലയിലായിരിക്കും അയാൾ കാര്യങ്ങളെ വിലയിരുത്തുക. അല്ലദീ റബദ ഫീ മആലിൽ ഉമൂർ, എന്താണ് അയാൾ ഇങ്ങനെ ഈ പറയുന്ന പ്രകടനപരമായിട്ടുള്ള എന്താണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ എന്ന് നോക്കിയിട്ട് അയാൾ അങ്ങനെയായിരിക്കും പ്രതികരിച്ചുകൊണ്ടിരിക്കുക. അതിനു വേണ്ടിയിട്ടായിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ സമൂഹത്തിന്റെ നിലനിൽപ്പ്, ഈ സമൂഹത്തിൽ നീതി ഉണ്ടാവുക, ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ തകർന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ ഇവിടെ നിലനിൽക്കണമെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കാതെ ഒരു സമൂഹത്തിലെ ആ ഉപരിപ്ലവമായ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ആ കാര്യങ്ങൾ എങ്ങനെ നടക്കുന്നത് എന്ന് നോക്കിയിട്ട് അതിന് മറുപടി പറയുകയും ആ കാര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്ന റുവൈബിളാത്തുകൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു കാലഘട്ടം വരുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിക്കുകയാണ്. അതല്ലേ ഇവിടുത്തെ അവസ്ഥകൾ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. മാത്രമല്ല പ്രവാചകൻ അവിടെയും നിർത്തിയിട്ടില്ല. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്ത്യദിനത്തിൻ്റെ അടയാളങ്ങളെക്കുറിച്ച് ഒരിക്കൽ പറയുകയാണ്. അപ്പോൾ റസൂലിനോട് ഒരിക്കൽ അത് ചോദിച്ച ഒരാളുണ്ടായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഐന അറാഹു സാഇലു അനിസ്സാഅ, എവിടെയാണ് ആ അന്ത്യദിനത്തെക്കുറിച്ച് ചോദിച്ച ആള് ഉള്ളത് എന്ന് റസൂൽ ഇങ്ങനെ ആ സദസ്സിനോട് ചോദിച്ചപ്പോൾ, ഹാ യാ റസൂലല്ലാ, റസൂലെ ഞാൻ ഇവിടെ ഉണ്ട് എന്ന് അയാൾ മറുപടി പറഞ്ഞു. എന്നിട്ട് റസൂൽ അദ്ദേഹത്തെ നോക്കിയിട്ട് മൊത്തം സമൂഹത്തോടായിട്ട് പറഞ്ഞു, വൈദാ ദുയ്യത്തിൽ അമാനു ഫന്തളിരി സാഅ, അമാനത്ത് നഷ്ടപ്പെടുകയാണ് എങ്കിൽ, വിശ്വസിച്ചേൽപ്പിക്കുന്നതൊക്കെ എന്ത് ചെയ്യണം, നഷ്ടപ്പെടുകയാണ് എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സാഅത്തിന് അന്ത്യദിനത്തെ പ്രതീക്ഷിച്ചു കൊള്ളണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, എന്താണ് റസൂലെ അമാനത്ത്? അമാനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇദാ ഉസ്സിദൽ അംറു ഇലാ ഗൈരി അഹ്ലിഹി, കാര്യങ്ങൾ അതിൻ്റെ അഹ്ലുകാരല്ലാത്ത ആളുകളെ ഏൽപ്പിക്കുക. അമാനത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് പലതും എന്താണ് ദീനീ കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പള്ളിയിലുള്ള കാര്യങ്ങളാണ്. പള്ളിക്ക് പുറത്തുള്ള പല കാര്യങ്ങളും നമുക്ക് ദീനീ കാര്യങ്ങളല്ല. ഇപ്പോൾ നമ്മളുടെ ഇടയിൽ നിന്ന് ഈ പറയുന്ന നേതൃത്വത്തിലേക്കും ഭരണത്തിലേക്കും വരുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ വളരെ വിശ്വസ്തയോട് കൂടിയിട്ട് തന്നെയാണ് കാര്യങ്ങൾ ഏറ്റെടുക്കുന്നത്. ചില ആളുകൾ ദൈവനാമത്തിലാണ് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. ചില ആളുകൾ ഇവിടുത്തെ ഭരണഘടന എന്താണോ അനുശാസിക്കുന്നത് അതിനനുസരിച്ച് കൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്, ആ ഉത്തരവാദിത്തത്തിലേക്ക് പോകുന്നത്. പക്ഷെ അതിനോട് അവർ വഞ്ചന കാണിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ റുവൈബിളാത്തുകളുടെ ഒക്കെ വരവിൻ്റെ അതിലൂടെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയാണ് അവർ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അത്തരം ആളുകൾ അതിനോട് വഞ്ചന കാണിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? നിങ്ങൾ ഫന്തളിരി സാഅ, ആ അന്ത്യദിനത്തെ പ്രതീക്ഷിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. അതൊക്കെ പ്രകടമായി കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അങ്ങനെയുള്ള ഒരു ആളുകളെ ഈ കാര്യങ്ങൾ ഏൽപ്പിക്കരുത് എന്നുള്ളതാണ് അതിലൂടെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
നമുക്ക് ചിലപ്പം ചില താല്പര്യങ്ങളുണ്ടാകും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മദീനയിലുണ്ടായിരുന്ന ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുവാൻ ഏത് ഗോത്രക്കാരാണോ അവരോടൊപ്പം നിൽക്കുന്നത് അവരോടൊപ്പം നിൽക്കുക. ഇങ്ങനത്തെ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് അവിടെയുള്ള ആളുകൾ പോയത്. അതോടുകൂടിയിട്ട് അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞു കൊടുത്തത്? നിങ്ങൾ ഈ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ അർഹരല്ല, അനർഹരാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരെ പുറത്താക്കുന്ന രംഗമൊക്കെ വിശുദ്ധ ഖുർആൻ നമുക്ക് വിശദീകരിച്ചിരുന്നുണ്ട്. എന്തുകൊണ്ടൊക്കെ അങ്ങനെ ആയിപ്പോയത്? അതുകൊണ്ട് നമ്മളെ ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലെങ്കിൽ പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിലൂടെ ഈ ഉത്തരവാദിത്വം ഏൽപ്പിച്ചുകൊണ്ട് നമ്മൾ ഈ സമൂഹത്തിൽ വേറിട്ട് നിൽക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനനുസരിച്ച് കൊണ്ടാണോ കാര്യങ്ങൾ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുന്ന ഫീ മആലിൽ ഉമൂർ, ഉപരിപ്ലവമായ കുറേ കാര്യങ്ങളെ നോക്കിയിട്ടാണോ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. നമ്മൾ അങ്ങനെ ചിന്തിക്കുവാനുള്ള അവസരമാണ് നമുക്കിപ്പോൾ ഈ വന്നെത്തിയിരിക്കുന്നത് എന്ന് ഓരോരുത്തരും മനസ്സിലാക്കണം. കേവലം എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുക എന്ന് പറയുന്നത് വിശ്വാസികളുടെ നിലപാടല്ല. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ കൂടി പറഞ്ഞത്, ആരെങ്കിലും അവരുടെ അമാനത്തുകളോട് വഞ്ചന കാണിച്ചു കഴിഞ്ഞാൽ അത് എന്താണ്? അത് ഫന്തദിരി സാഅ, അന്ത്യദിനം പ്രതീക്ഷിക്കണം എന്നുള്ളതാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വീണ്ടും പറഞ്ഞു, ഇന്ന ബൈന യദൈഹി സാഅ, ആ അന്ത്യദിനം എന്ന് പറയുന്നത് എവിടെയാണെന്നറിയോ? ഷഹാദത്തു സൂർ വ കിത്മാനു ഷഹാദത്തുൽ ഹക്ക്, കള്ളസാക്ഷ്യവും അതേപോലെ തന്നെ ഷഹാദത്തുൽ ഹക്കിനെ മറച്ചു വെക്കുന്ന ഘട്ടവും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ അന്ത്യദിനത്തെ പ്രതീക്ഷിക്കണം. കള്ളസാക്ഷ്യം എന്ന് പറയുന്നത് ഇവിടെ വ്യാപകമായി കൊണ്ടിരിക്കല്ലേ. ഏതൊരാൾക്കും ഇന്നൊന്ന് പറഞ്ഞത് നാളെ മാറ്റിപ്പറയാൻ യാതൊരു മടിയുമില്ലാത്ത അവസ്ഥയിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അത് മാത്രമല്ല, കിത്തുമാനു ഷഹാദത്തുൽ ഹക്ക് എന്ന് നമ്മളെ നോക്കിയിട്ട് പറഞ്ഞതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ ഇവിടെ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് എല്ലാവർക്കും ബോധ്യമുള്ളതാ. പക്ഷെ എന്നാലും അത് ആ സത്യം തുറന്നു പറയാനോ ആ സത്യത്തോടൊപ്പം നിൽക്കുവാനോ കഴിയാത്ത ഒരു മനസ്സ് നമുക്കുണ്ട് എങ്കിൽ അത് കിത്തുമാനു ഷഹാദത്തുൽ ഹക്കാണ്. അതായത് സത്യസാക്ഷ്യത്തെ മറച്ചു വെക്കലാണ്. സത്യം എന്ന് പറയുന്ന ഒരു സംഗതി ഇന്നതാണ് കേട്ടോ, ഇത് നമ്മൾ വിളിച്ചു പറയേണ്ടതുണ്ട് കേട്ടോ എന്നൊക്കെ നമ്മളുടെ മനസ്സിൽ നിന്ന് ഒരാൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ അത് ഏറ്റെടുക്കുവാൻ ഇവിടെ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പം കുടുങ്ങിപ്പോകും. അതുകൊണ്ട് അതൊന്നും വേണ്ടതില്ല എന്ന് പറയുന്ന ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കിത്മാനു ഷഹാദത്തുൽ ഹക്കാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിച്ച അങ്ങനത്തെ ഒരു ഘട്ടം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന അവസ്ഥ ഇവിടെ ഉണ്ടാകും. പിന്നെയും പ്രവാചകൻ പറയാണ്, നമുക്ക് ഈ ഷഹാദത്തുൽ ഹക്കിന്റെ കിത്മാൻ, അതായത് അത് മറച്ചു വെക്കല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെയും ചില കാര്യങ്ങളുണ്ട്. എന്താണ്? അതായത് നമ്മൾ ഷഹാദത്തുൽ ഹക്ക് നിർവഹിക്കേണ്ടവരാണ്. ഷഹാദത്തുൽ ഹക്ക് നിർവഹിക്കേണ്ടവർ കേവലമായിട്ട് നമ്മളിപ്പോൾ മനസ്സിലാക്കിയിട്ടുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാം കാര്യം 5 5 കാര്യങ്ങൾ നമ്മളിങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ആ 5 കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മളിങ്ങനെ പാടി പഠിച്ച ചില കാര്യങ്ങളാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഇതാക്കുക. ശരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് അങ്ങനെയല്ല പറഞ്ഞത് കേട്ടോ. ബുനിയൽ ഇസ്ലാമു അലാ 5 എന്നാണ്. ഇസ്ലാം പടുത്തുയർത്തിയിരിക്കുന്നത് 5 തൂണുകളിലാണെന്ന്. നമ്മളിപ്പോൾ ഈ തൂണിങ്ങനെ പെയിൻ്റ് അടിക്കലും തൂണുമ മാത്രമല്ല കളിയാണ് നമ്മൾ നടക്കുന്നത്. തൂണിങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ ഇസ്ലാം എന്ന് പറയൂല. നമ്മളിപ്പോൾ തൂണുമ മാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. തൂണിനപ്പുറത്ത് ഇതിൻ്റെ മുകളിൽ ഒരു റൂഫ് പണിയുക എന്ന് പറയുന്നിടത്തേക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ എത്തേണ്ടതുണ്ട്. അത് ഈ പറയുന്നതെല്ലാം, അതായത് സമൂഹത്തിൽ അനീതിയുണ്ട് എങ്കിൽ, അക്രമമുണ്ട് എങ്കിൽ, അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ റുവൈബിളാത്തുകളാണ് എങ്കിൽ അവരെ ഒതുക്കേണ്ട ബാധ്യത ഈ പറയുന്ന വിശ്വാസി സമൂഹത്തിനാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇസ്ലാം എന്ന് പറയുന്ന റൂഫ് നമുക്ക് പണിയാൻ പറ്റുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ നമസ്കരിക്കണമെന്ന് പറഞ്ഞത്, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നോമ്പെടുക്കണമെന്ന് പറഞ്ഞത്, അതിന് വേണ്ടിയിട്ടാണ് ഈ സക്കാത്തും ഹജ്ജും എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കേവലം എന്തെങ്കിലും ചെയ്തു കൂട്ടുക എന്നതിനപ്പുറത്ത് ഇസ്ലാമിനെ സ്ഥാപിച്ചെടുക്കുവാൻ ഉള്ള ആളുകളാണ് എങ്കിൽ അത് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കണം. അതുകൊണ്ടാണ് പ്രവാചകൻ ഷഹാദത്തുൽ ഹക്ക് നമ്മൾ നിർവഹിക്കേണ്ടതാണ്. നമ്മൾ ചിലപ്പം പേടിയാവുകയാണ്. നമുക്ക് ജിഹാദ് എന്ന് പറയുന്നതാണ് അതിൻ്റെ ഏറ്റവും പ്രവർത്തനമായിട്ട് പറഞ്ഞത്, വജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദി. അപ്പോൾ അത് യുദ്ധം ചെയ്യലായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയല്ല, എന്നെ വ്യക്തിപരമായിട്ട് തന്നെ മാറ്റണം, എൻ്റെ കുടുംബത്തെ ഇസ്ലാമികമായിട്ട് മാറ്റിയെടുക്കണം, അതേപോലെ തന്നെ എൻ്റെ സമൂഹം, എൻ്റെ അയൽപ്പക്കത്തെ അങ്ങനെ മാറ്റണം, എൻ്റെ സമൂഹത്തെ മാറ്റണം. അതോടൊപ്പം തന്നെ ഇവിടെ അനീതിയും അക്രമവും ഒക്കെ ഉണ്ട് എങ്കിൽ അതൊക്കെ അതിനോടൊക്കെ ഇടപെടുകയും നേരിടുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് ഈ ജാഹിദു ഫില്ലാഹി ഹഖ ജിഹാദി അല്ലെങ്കിൽ ഷഹാദത്തുൽ ഹക്ക് എന്ന് പറയുന്നത്. ഇതിനെ മറച്ചു വെക്കുന്ന ആളുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അന്ത്യദിനത്തെ പ്രതീക്ഷിക്കണമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം.
അത് മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ചുകൂടി കടന്നിട്ട് പിന്നെയും പറഞ്ഞു. റസൂല് പറയാണ്, ഇന്ന മിൻ അഅലാമി സാഅതി വ അശ്റാതിഹ, അന്ത്യദിനത്തിൻ്റെ ലക്ഷണങ്ങൾ, അതിൻ്റെ അടയാളങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ ഷർത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എന്താണ്? അൻ യുസവ്വിദ കുല്ലു ഖബീലത്തിൻ മുനാഫിഖുഹ, എല്ലാ വിഭാഗത്തിലേക്കും, അതായത് എന്തൊക്കെ സംവിധാനങ്ങളുണ്ടോ, എന്തൊക്കെ പാർട്ടികളുണ്ടോ, എന്തൊക്കെ ഉണ്ടോ, അതിലൊക്കെയും നേതൃത്വത്തിലേക്ക് ആര് വരിക? മുനാഫിഖുഹ, ആ കൂട്ടത്തിലെ കപടന്മാർ കടന്നു വരിക. റസൂല് പറയാ, അങ്ങനത്തെ കപടന്മാർ എന്ത് ചെയ്യാണ്? ആ കൂട്ടത്തിലേക്ക്, അവരുടെ നേതൃത്വത്തിലേക്ക് കടന്നു വരിക. അങ്ങനെ ഉള്ള ആളുകളെ ആ നേതൃത്വം, അതായത് ആ ഒരു സംവിധാനത്തിനൊരു ധാർമ്മികത ഉണ്ടാവും, അവരുണ്ടാക്കി വെച്ച ഒരു രീതി ഉണ്ടാവും. ആ രീതിക്ക് വിരുദ്ധമായിട്ട് പിന്നെ അവരെന്ത് ചെയ്യുന്നു? രംഗത്ത് വരുന്ന നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. മുനാഫിക്കുകളായ ആളുകൾ ഈ സമൂഹത്തിന്റെ ഇതിന്റെ ഒക്കെ നേതൃത്വം, സംവിധാനങ്ങളുടെ ഒക്കെ നേതൃത്വത്തിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? അത് അന്ത്യദിനത്തിന്റെ ലക്ഷണമായിട്ട് കാണണം. മാത്രമല്ല വകുല്ലു സൂഖിൻ ഫുജ്ജാറുഹ, എല്ലാ അങ്ങാടികളും തമ്മാടികളെ കൊണ്ട്, അക്രമികളെ കൊണ്ട് നിറയുന്ന അവസ്ഥ ഉണ്ടാവുക. എല്ലാ അങ്ങാടികളും അക്രമികളെ കൊണ്ട് നിറയുക. മാത്രമല്ല റജുലും മാഹും അസിയാത്ത്, അവരുടെ കയ്യിലൊക്കെ ചാട്ടവാറുകളുണ്ട്. അന്ന് ചാട്ടവാറാണ്, ഇന്ന് അത് ചിലപ്പം വാളും തോക്കും, അതേപോലെ തന്നെ മുളക് പൊടിയും, എന്തൊക്കെ സൈക്കിൾ ചെയിൻ, എന്തൊക്കെ ഉണ്ടോ അങ്ങനത്തെ കാര്യങ്ങളായിരിക്കും. അന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിചയമുള്ള ഒരു കാര്യം പറഞ്ഞാൽ, ഇങ്ങനത്തെ അക്രമികളായ ആളുകൾ അങ്ങാടികൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം. കഅദ്നാബിൽ ബഖർ, ഏതുപോലെയുള്ള ചാട്ടവാറുകളാണ് അത്? പശുവിന്റെ വാല് പോലെയുള്ള ചാട്ടവാറുകൾ. എന്നിട്ട് യദ്രിബൂന ബിഹന്നാസ്, ജനങ്ങൾ അതുകൊണ്ട് അവരടിക്കുകയാണ്. ജനങ്ങളെ അടിക്കുവാൻ അത് അവർ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ അന്ത്യദിനം പ്രതീക്ഷിക്കണം എന്നാണ്. ഇവിടെ ഇപ്പോൾ അതന്നല്ലേ, ചില ആളുകൾ അങ്ങാടി കണ്ട് വരുന്നു, അവരുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് അവർ പോകുന്നു, യാതൊരു നടപടിയും യാതൊരു ഇതുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് തെരുവുകൾ മാറിയിട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറിയിട്ടുണ്ട്. ഇവിടൊക്കെ നിസ്സംഗരായിട്ട് ഇതിനെതിരെയൊന്നും പ്രതികരിക്കേണ്ടതില്ല, നമ്മൾ ഒരു മാറ്റവും വരുത്തേണ്ടതില്ല. നമ്മളിവിടെ വന്നിട്ട് നമസ്കരിച്ച് അതേപോലെ തന്നെ കുറച്ച് ദിക്റും എടുത്ത് ദുആ ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് പോയാൽ കാര്യങ്ങൾ നടക്കും. അള്ളാഹുവിന്റെ അടുക്കൽ അങ്ങനെ കടക്കാൻ പറ്റും എന്നുള്ളതാണ് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്രയും താക്കീതോട് കൂടിയിട്ട് ഈ വിപത്തിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞേണ്ട ആവശ്യമില്ല. ഇത് നമ്മളോട് പറഞ്ഞത് നിങ്ങൾ നിസ്സംഗരായിരിക്കാനല്ല, നമ്മൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മേഖലയിലും നമ്മൾ കൃത്യമായിട്ട് ഇടപെടണം. അത് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച അമാനത്താണ് എന്നുള്ള നിലയിൽ തന്നെ ഇടപെടണം. അതുകൊണ്ട് നമ്മളുടെ ഇടയിലേക്ക് വരുന്ന വോട്ട് എന്ന് പറയുന്നത് കേവലം ഒരു മഷിമുക്കലായിട്ട് നമ്മൾ കാണാൻ പാടില്ല. അത് ഇതിനെതിരെ പ്രതികരിക്കുവാനുള്ള, ഈ റുവൈബിറാത്തുകളെ ഇവിടെ നിന്ന് ഇല്ലായ്മ ചെയ്യുവാനുള്ള ഒരു ആയുധമായിട്ട് കാണുകയും അത് ആ രീതിയിൽ ഉപയോഗിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ ഈ പറയുന്ന ഇദാ ദുയ്യത്തിൽ അമാനത്തു, അതിനോട് വഞ്ചന കാണിക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞില്ലേ, ആ കൂട്ടത്തിലേക്ക് നമ്മൾ പെട്ടുപോകും. അള്ളാഹുവിന്റെ ലിസ്റ്റിൽ അതായിരിക്കുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ രീതിയിൽ കാര്യങ്ങളോട് പ്രതികരിക്കുവാൻ നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. അള്ളാഹു അതിന് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വസ്തഗ്ഫിറുഹു ഇന്നഹു ലഗഫൂറുർ റഹീം.